ഗ്രാൻഡ് മറീന ഹോട്ടലിൽ ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. ഇതിൽ മീറ്റ് ബോൾ ഉണ്ട്, ക്രസോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എഗ്ഗ് ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം കേട്ടോ. പിന്നെ നോൺ വെജുകാർക്ക് അങ്ങനെയുള്ളതും അതുപോലെ വെജുകാർക്കുള്ള ഇത് അങ്ങനെയുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോൺ വെജാണ്. പിന്നെ ബ്രെഡ് ഉണ്ടാവും, ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ വെച്ചാലും ബ്രെഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തൊക്കെ ഹോട്ടലിൻ്റെ മുൻവശത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് പിന്നെ ആ ഭാഗത്ത് കാണുന്ന സകലമാന ഫോട്ടോകളൊക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന ഓരോ യാത്രകളും ഓർമ്മിച്ച് വെക്കാനുള്ള നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് നമ്മൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും. അപ്പോൾ അത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങോട്ട് എടുക്കുക, അതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നല്ല ഫോട്ടോഗ്രാഫി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്താണോ പറ്റുന്നത് അതുപോലെ നമ്മൾ കുറേയധികം ഫോട്ടോസ് എടുക്കുക. ഈ കാണുന്നത് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ അവിടെയും നിന്ന് ഫോട്ടോസ് എടുത്തു, പുറത്ത് നിന്നിട്ടും ഫോട്ടോസൊക്കെ എടുത്തു. അതിനൊക്കെ ശേഷം ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ലഗേജ് മുഴുവൻ നമ്മൾ ഓരോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴും എല്ലാ ലഗേജും നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ലഗേജുകളൊക്കെ എടുത്തു, ബസ്സിൻ്റെ ഡിക്കിയിൽ കയറ്റി. അതിന് ശേഷം ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബസ്സിനങ്ങ് ഒരു വൈബൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു, പുറത്തുള്ള കാഴ്ചകൾ കണ്ടിരിക്കുന്നു. ഞങ്ങൾക്കപ്പോൾ ഫീൽ ചെയ്തു, ഒരുവിധം എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എന്ത് പ്രത്യേകിച്ചൊന്നും കാണാനുമില്ല, അങ്ങനെ ഒരു ആൾക്കാരൊന്നായിട്ടും അങ്ങനെ മിങ്കിളായിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ നമ്മളുടെ എറിക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കേട്ട് ഞങ്ങളിങ്ങനെ ബസ് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രേറ്റ് ലുത്തേൺ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തീഡ്രൽ കാണാനായിട്ടാണ് ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കത്തീഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1830 ഈ കത്തീഡ്രലിൻ്റെ പണി തുടങ്ങിയത്, ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ കത്തീഡ്രൽ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ 1852 കാൽ ലുഡിങ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഇതിൻ്റെ ആർക്കിടെക്ചർ. പിന്നീട് ഈ സംഭവം പുതുക്കി പണിതു. അന്ന് പുതുക്കി പണിതത് ഏണസ്റ്റ് ലോൺമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഇത് പുതുക്കി പണിതത്. ഈ സംഭവം, അതായത് ഈ കത്തീഡ്രൽ നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചർ രീതിയിലാണ് പണിതിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള മഞ്ഞിൻ്റെ വെള്ള നിറത്തിലുള്ള ഒരു കത്തീഡ്രലായിരുന്നു ഈ കത്തീഡ്രൽ. ഈ കത്തീഡ്രലിൽ ഫ്രീ എൻട്രിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ താഴെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വെച്ചാൽ ഹെൽസിങ്കിയിലെ തന്നെ യുണിക്കായിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെള്ള കളർ, വെള്ള കളറിലുള്ള എല്ലാ ചുമലുകളും, അതിൻ്റെ മുകളിലായിട്ടുള്ള ഡോംസ് ആണെന്ന് വെച്ചാൽ നല്ല പച്ച കളറിലുള്ള ഡോംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കത്തീഡ്രൽ കാണാനായിട്ട് പുറമെന്ന് ഇങ്ങനെയായിരുന്നു ഒരു രൂപം. ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ഒരു പള്ളിയിൽ എങ്ങനെയാണോ കയറുന്നത് അതുപോലെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനൊക്കെ അതിനുള്ളിലേക്ക് കയറിയത്. അപ്പോൾ ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് സെനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വയറിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഈ കത്തീഡ്രൽ ഇരിക്കുന്ന ഇവിടെ നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ നേരെ ഓപ്പോസിറ്റായി കാണുന്ന ആ ഒരു ഡോമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ലൈബ്രറിയാണ്. അതിനെ പറ്റിയിട്ട് നമ്മളിനി പറയാം. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഗ്രീക്ക് ക്രോസ് ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഹാളിൽ ഏകദേശം 1300 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ കത്തീഡ്രലിനെ പറ്റിയിട്ട് ഞങ്ങളുടെ എറിക്ക് ഇഷ്ടംപോലെ വിവരണങ്ങൾ ഞങ്ങൾക്ക് തന്നു. റഷ്യയുടെ സാമ്രാജ്യാധിപനായിട്ടുള്ള നിക്കോളാസ് ഒന്നിന് സമർപ്പിച്ചിട്ടാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കത്തീഡ്രൽ 1917 ഫിൻലൻഡ് സ്വതന്ത്രമായ സമയത്ത് ഇത് ഫിൻലാൻഡിൻ്റെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. ആദ്യം ഇത് ഞാൻ പറഞ്ഞല്ലോ റഷ്യയുടെ നിക്കോളാസ് ഒന്നിന് വേണ്ടി സമർപ്പിച്ചതാണെന്ന്. പിന്നീട് ഫിൻലാൻഡ് സ്വതന്ത്രമായതിന് ശേഷമാണ് ഇത് ഫിൻലാൻഡിൻ്റെ തന്നെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടും ഒരു യുണിക് സിമ്പിളായിട്ടും ഇത് വന്നത്. നമ്മൾ ഇന്നലെ പോയപ്പോൾ കണ്ടില്ലേ സിബിലിയസ് മോനുമെൻറ്റിലെ കുറേയധികം പൈപ്പുകൾ കൊണ്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ഓർഗാൻ ഇവിടെ വായിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ ആ പൈപ്പിൽ നിന്ന് മനോഹരമായ സംഗീതം മുഴങ്ങുമെന്നാണ് നമ്മളുടെ എറിക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ കുറേയധികം വിശുദ്ധന്മാരുടെ രൂപങ്ങൾ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓരോ വിശുദ്ധന്മാരെ പറ്റിയിട്ടും എറിക്ക് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ശാന്തത ഉണ്ടായിരുന്ന ആ പള്ളിയിൽ
ഞങ്ങൾ ചെന്നോട് കൂടിയിട്ട് അവിടെ ആകെ നമ്മളുടേതായിട്ടുള്ള ശബ്ദങ്ങളും സംഭവങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും പരമാവധി പള്ളി ഒരു കത്തീഡ്രൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പരമാവധി മിണ്ടാതെയൊക്കെയാണ് നിന്നിരുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം കാണാനായിട്ട്. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നും, അത്രയും ഭംഗിയായിരുന്നു. കുറേ അധികം പൈപ്പുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇന്നലെ കണ്ട അതേ ഒരു മോഡൽ. പക്ഷേ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കമ്പിത്തിരി കത്തിച്ച് കമ്പിത്തിരിയുടെ മുകൾ ഭാഗം പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടുള്ള പൈപ്പുകളായിരുന്നു ഇവിടെ കണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിനി പോകുന്നത് ആ ലൈബ്രറി കാണാനാണ്. എറിക്ക് ഈ കത്തീഡ്രൽ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ കത്തീഡ്രലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ലൈബ്രറി കാണുന്നത്. ഇതാണ് ഫിൻലാൻഡിലെ നാഷണൽ ലൈബ്രറി. 1919 തൊട്ടിട്ട് 2006 വരെ ഈ ലൈബ്രറി അറിയപ്പെട്ടിരുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്നായിരുന്നു. ഇവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഒപ്പം ഗൈഡ് ഉണ്ടായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ടിക്കറ്റിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. പിന്നെ ഇത് പല നിലകളിലായിട്ടായിരുന്നു ഈ ലൈബ്രറി ഉണ്ടായിരുന്നത്. ഇവിടെ 7 നിലകളിലായിട്ടായിരുന്നു ഈ ബുക്കുകൾ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3.5 മില്യൺ ബുക്സാണ് ഈ കളക്ഷനിലുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബുക്കുകളിൽ മാനുസ്ക്രിപ്റ്റ്സുകളും പീരിയോഡിക്കൽസും അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഒക്കെ ഉണ്ട് ഇത്രേ ഈ അടക്കി വെച്ചിട്ടുള്ള ബുക്കുകൾ. പിന്നെ ലിറ്ററേച്ചർ ഉണ്ട്, കൾച്ചർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഈ ബുക്കുകളിൽ, എല്ലാ തരത്തിലുള്ള ബുക്കുകളും ഇതിലുണ്ട്. ഈ ലൈബ്രറിയിൽ ബുക്കുകൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര മനോഹരമായിരുന്നു. ഓരോ ബുക്കുകളും അത്രയധികം അടുക്കും ചിട്ടയോടും കൂടി ഓരോ കളറുകളോട് കൂടിയിട്ട്, അതായത് ഓരോ കളറിനും മാച്ചായിട്ടുള്ള ബുക്കുകളായിട്ടായിരുന്നു അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഷെൽഫുകളും ഓരോ ബുക്കിനും പാകത്തിനായിരുന്നു ആ ഷെൽഫുകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് എന്തായാലും ആ ബുക്കുകൾ ഇങ്ങനെയൊക്കെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നും സാധാരണ നല്ലൊരു ലൈബ്രറിയിലെ പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സാഹിത്യം ഒരു ഭാഗത്ത്, കൾച്ചർ ഒരു ഭാഗത്ത്, അങ്ങനെയായിട്ടായിരിക്കും ഇത് അടക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഈ കെട്ടിടം, ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് തന്നെ പണിതിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ്. മണിച്ചിത്രത്താഴ് സിനിമ എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മനവീട് പോലത്തെ ഒരു വീടല്ലേ അതിലുപയോഗിച്ചിരുന്നത്, അതിലുള്ള ഓരോ വാതിലുകൾ തുറക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇത് വരും, പുതിയത് കാണാനുള്ള ഒരു ആകാംക്ഷ വരും. അതുപോലെ ഇതിനുള്ളിലെത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ബുക്കുകൾ വായിക്കുന്നേക്കാളും കൂടുതലായിട്ട് ഒരു പ്രത്യേക തരം ആകാംക്ഷയായിരുന്നു. ഓരോ ഫ്ലോറുകളിലും എങ്ങനെയാണ് ഇവർ അടക്കി വെച്ചിട്ടുള്ളതെന്ന്. പക്ഷേ എല്ലാ ഫ്ലോറുകളും ആ റൗണ്ടിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കവിടെ മോളറ്റം വരെ കാണാനായിട്ട് പറ്റും. എല്ലാ ഫ്ലോറുകളിലും ബുക്കുകൾ ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെയായിട്ട് ഒതുക്കി വെച്ച് പോയിരിക്കുന്നത്. അതിൻ്റെ അവിടെ വെച്ചിട്ടുള്ള തൂണുകൾ ഒരുപോലെ, അതിന് മുകളിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ ഒരുപോലെ. ഇതൊക്കെ സാഹിത്യപരമായിട്ട് പറയാനായിട്ട് അറിയുന്ന ഒരാളുടെ കയ്യിലാണ് ഇത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അവരതിനെ വർണ്ണിക്കാനായിട്ട് കഴിയും. ഒരു സാധാരണക്കാരിയായിട്ടുള്ള എനിക്ക് ഇത് എത്ര വർണ്ണിച്ചാലും, ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ അത് അത്രയും മാത്രം അധികമായിട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് ചാൻസ് കുറവാണ്. പക്ഷേ ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലൈബ്രറി ആയിരുന്നത്. ഐറ്റ്നറിയിൽ ഇത് കണ്ടപ്പോൾ, ഒരു ലൈബ്രറി എന്ന് കണ്ടപ്പോഴും ഞാനത് ഐറ്റ്നറിയിൽ അത് തുറന്ന് നോക്കിയില്ല, എന്താണ് ഈ ലൈബ്രറിയുടെ ഉള്ളിൽ എന്നുള്ളത്. ഞാൻ ഒരു ഇൻറ്റീരിയറായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചില കാഴ്ചകളൊക്കെ നമ്മൾ ഐറ്റ്നറി കാണുമ്പോൾ നമുക്കൊന്ന് എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എനിക്കെന്തോ അത് തോന്നിയില്ല അത് തുറന്ന് നോക്കാനായിട്ട് ഐറ്റ്നറി. അപ്പോൾ ഞാൻ ഐറ്റ്നറിയിൽ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ഈ ലൈബ്രറിയിലുള്ള എങ്ങനെയാണെന്നുള്ളത് ഗൂഗിളിൽ അടിച്ചിട്ടോ യൂട്യൂബിൽ അടിച്ചിട്ടോ ഒന്നും ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ അത് ഒരു വിധത്തിൽ നോക്കാഞ്ഞത് നന്നായി. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു സമ്പത്തായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. കാരണം അത്രയും മനോഹരമായിരുന്നു ഈ ലൈബ്രറി. ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നമ്മൾ കാണാൻ പോണ ലൈബ്രറിന്ന്. ഇപ്പോൾ എറിക്ക് പറഞ്ഞല്ലോ നമ്മളിനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറി എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഒരു ലൈബ്രറി, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാനിവിടെ
ഖത്തർ ലൈബ്രറി കണ്ടിട്ടുണ്ട്. അത് അതിമനോഹരമാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയിൽ അതിനും വലിയൊരു ലൈബ്രറി ഞാൻ പ്രതീക്ഷിക്കില്ല. കാരണം ഇത് വളരെ മനോഹരമാണ് ഖത്തറിലുള്ള ലൈബ്രറി. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് മനോഹരമായിട്ടാ ഈ ലൈബ്രറി. നല്ല രസമുണ്ട്. എല്ലാവരും മിനിറ്റിന് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. എവിടെ കിട്ടുന്ന അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. പക്ഷേ എനിക്കിത് സത്യം പറഞ്ഞാൽ കണ്ടിട്ടും മതിയാവില്ല. അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് ഇരുന്ന് ബുക്കുകൾ വായിക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് ആ ലൈബ്രറിയുടെ പുറത്ത് നിന്നിട്ട് പാർലമെൻറ്റ് ഫോട്ടോ എടുത്തതായിരുന്നു. ഇവിടെ ഈ കാണുന്നതാണ് ഫിൻലാൻഡിലെ പാർലമെൻറ്റ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും ബസ്സിൽ കയറി. ഇനി നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ്, അതായത് മ്യൂസിക് ലൈബ്രറിയിലേക്കാണ് പോകുന്നത്, ഹെൽസിങ്കിയിലെ. ഫിൻലാൻഡിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംഗീത വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഇത് 1882 സ്ഥാപിച്ചിട്ടുള്ള സിബേലിയസ് അക്കാദമി, അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ മ്യൂസിക് യൂണിവേഴ്സിറ്റി. ഇത് 2013 ഫിൻലാൻഡിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളായിട്ടുള്ള സിബേലിയസ് അക്കാദമി, തിയേറ്റർ അക്കാദമി, അതുപോലെ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് എന്നിവയൊക്കെ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് ഹെൽസിങ്കി എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മ്യൂസിക് അക്കാദമി ഉള്ളത്. ഇവിടെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത് സംഗീത സാങ്കേതികവിദ്യ, സംഗീത സൃഷ്ടികൾ, സംഗീത സിദ്ധാന്തം എന്ന് തുടങ്ങിയിട്ട് അതിലൊക്കെ തന്നെ ഡിഗ്രിയും PGയും ഒക്കെ, അതുപോലെ ഡോക്ടറേറ്റ് പ്രോഗ്രാമുകളും ഒക്കെ ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതൊക്കെ തന്നെ അവർക്ക് പ്രോഗ്രാമുകളായി ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ മ്യൂസിക് അക്കാദമിയിൽ നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഫിലിമുകളുടെ ഭാഗങ്ങളും ഗെയിമുകളുടെ കാര്യങ്ങളും അതൊക്കെ തന്നെ ഈ ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത്രേ. അപ്പോൾ നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു അത് അയൺ ഓർ സ്റ്റീലാണ്, അറിയില്ല അതെന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന്. ഒരു വലിയൊരു സ്തൂപം കണ്ടു. അവിടെ നിന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള സിവി സാർ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പം, നമുക്ക് ആ സ്തൂപത്തിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ളത് ഇതിലിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ. ആ സാറ് നിന്നിട്ട് പോലും ഈ സംഭവം അത്രയും അധികം ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ ഒരുപാട് വർക്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കൊത്തുപണികൾ അതുമ്മേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രതീതിയാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇരുമ്പാണോ എന്നുള്ളതും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിക് ലൈബ്രറിയുടെ ഉള്ളിലേക്ക് മ്യൂസിക് ലൈബ്രറി അല്ല, സോറി, മ്യൂസിക് യൂണിവേഴ്സിറ്റി, അതിനുള്ളിലേക്ക് ഫസ്റ്റ് തന്നെ കടന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഗംഭീരമായിട്ടുള്ള ലിഫ്റ്റ്. ഗംഭീരമായിട്ടുള്ളത് തന്നെയാണ്. വലിയൊരു ലിഫ്റ്റായിരുന്നു. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറിയിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മിസ്റ്റർ എറിക് ഉണ്ടല്ലോ, ഗൈഡ്, അദ്ദേഹം ഞങ്ങൾക്ക് ഈ ക്ലോക്കിനെ പരിചയപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഓരോ സ്ഥലത്തും ഇവരുടെ ഭാഷകൾക്കുള്ള വ്യത്യാസമാണ്. ആ ക്ലോക്കിൽ തന്നെ ഹെൽസിങ്കിന്ന് എഴുതിയിട്ടുള്ള വ്യത്യാസമാണ് അദ്ദേഹം നമ്മൾക്ക് ഇതിൽ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഈ യൂറോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെയാണെന്ന് വെച്ചാലും യൂറോപ്പിലാണെങ്കിലും അവരുടെ തന്നെ ഭാഷകളിൽ വരുന്ന വ്യത്യാസം, അതിപ്പോൾ നമ്മളുടെ നാട്ടിലാണെന്ന് വെച്ചാലും നമ്മൾ മലയാളം പറയുന്നവരാണെന്ന് വെച്ചാലും നമ്മൾ ഓരോ നാട്ടിലെത്തുമ്പോഴും ഓരോരുത്തരുടെ ശൈലി ഉണ്ടായിരിക്കില്ലേ, അതുപോലെ തന്നെയായിരുന്നു അവിടെയും. അതുപോലെ ഈ കാണുന്നത് വലിയ ഹോളാണ് കേട്ടോ. ഈ ഹോളിൻ്റെ ഉള്ളിൽ മുകളിൽ ഇട്ടിട്ടുള്ള സംഭവമാണത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ പോകും വഴിക്ക് നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇത് മുഴുവനും. അതിനുള്ളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവനും. ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെസ്സ് കളിക്കാനുള്ള ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ചെസ്സ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഓരോരുത്തർ അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് പ്രിൻറ്റിങ് വർക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നല്ലാണ്ടുള്ള വലിയ പ്രിൻറ്റിങ് മെഷീൻ വെച്ചിട്ടുള്ള പ്രിൻറ്റിങ് ഉണ്ടല്ലോ, അത് പഠിപ്പിക്കുന്നത് കണ്ടു. ഇത് വേറെ ഒരു മെഷീനാണ്. അതുപോലെ തന്നെ ടൈലറിങ് അവിടെ പഠിപ്പിക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മളുടെ ഈ പോകുന്ന വഴികളിലൊക്കെ
ഒക്കെ തന്നെ അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രത്യേക രീതിയിൽ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ അറിവുകൾ ഓരോ വിദ്യാർത്ഥിനികളും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് മുഴുവനും ഇങ്ങനെ അവർ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിലും പലതും വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മൾ കാണാത്ത പല സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരു പുതിയ മോഡലായിട്ടുള്ള വയലിനുകളും ഗിത്താറുകളും സംഭവങ്ങളും ഒക്കെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഗ്ലാസ്സിനുള്ളിലായിട്ട് പല രൂപങ്ങളും അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതായത് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ആ നേരത്താണ് അവർ പറഞ്ഞത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാതെ പോയി. പിന്നെ ബുക്ക് ഷെൽഫുകളാണ് ഈ കാണുന്നത് മുഴുവനും. ഇഷ്ടപ്രകാരം ബുക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒറിജിനൽ മരങ്ങളാണ്. ആ മരങ്ങളൊക്കെ തന്നെ അവർ അതിനുള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഗോളം പോലെ കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾക്ക് ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ആ കണ്ടതൊക്കെ. ആ ഒരു നമ്മൾ എഗ് ഷേപ്പിൽ കാണുന്നത് ഇത് അവിടുത്തെ സ്റ്റെയർ കേസാണ്. ആ സ്റ്റെയർ കേസിൽ മുഴുവനും എന്തൊക്കെയോ കൊത്തിവെച്ചിട്ടുണ്ട്. ഒരുപാട് അക്ഷരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ വാക്കുകളാണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. വേറെ ഭാഷയിലാണ് അത് കൊത്തിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് കുറേ നേരം ഇപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴായാലും അതുപോലെ തന്നെ നമ്മളുടെ ടൂറിസ്റ്റുകളാണെന്ന് വെച്ചാൽ വന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ അവർക്ക് വിശപ്പ് മാറ്റാനുള്ള ഐറ്റംസും ഇവിടെ തന്നെ അവർ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ട്. €1 തൊട്ടിട്ട് ഉള്ള ഐറ്റംസാണ് അവിടെ ഞാൻ കണ്ടത്. 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോസൻസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് അതുപോലെ തന്നെ അവിടെ നിന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് കയറും തോറും അവിടെ ഒരു നല്ലൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ സീറ്റിംഗ് ഏരിയയിലാണ് ഞങ്ങളെല്ലാവരും പോയിരുന്നത്. അവിടെ നമ്മൾക്ക് വലിയവർക്ക് ഇരിക്കാനും പറ്റും. കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കോഫി ടേബിൾ ഉണ്ടല്ലോ, അങ്ങനത്തെ കോഫി ടേബിളുകൾ അവിടെ കണ്ടു. ആ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നമ്മളുടെ മക്കൾക്ക് നമ്മൾ ടേബിളൊക്കെ വരയ്ക്കും പോലെ ടച്ച് സ്ക്രീനിൽ അവർക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും, അവർക്ക് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾ എന്തായാലും അവിടെ ഇരിക്കുമ്പോൾ അവരൊരിക്കലും നമ്മളെ ശല്യപ്പെടുത്താനേ വരില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ അത് കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണിത്. വലിയ ഹോളാണ്. പക്ഷേ ഇത് കൂടാണ്ട് പിന്നെ ഈ പടികളിറങ്ങി നമ്മളവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, താഴത്ത് ചെന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെയാണ് കേട്ടോ ഞങ്ങളത് കാണുന്നത്. പടികളിറങ്ങി കയറുമ്പോൾ നമ്മളത് കണ്ടില്ലായിരുന്നു. ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്. അവിടെ കുറേ അധികം ഗെയിമുകൾ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ സ്നേക്ക് ആൻഡ് ലാഡർ പോലുള്ള ഗെയിമുകളുണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഗെയിമുകൾ അതിനുള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ എടുത്ത് കളിക്കാം. അതിനൊന്നും തന്നെ അവർ പൈസ ഈടാക്കുന്നില്ല. ഈ ബുക്കുകൾ വേണമെന്ന് വെച്ചാൽ നമുക്കെടുത്ത് വായിക്കാം. അതുപോലെ ഇതാണ് ഗെയിംസ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഗെയിമുകളാണ്. ഇതെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കളിക്കായിരുന്നു. നമ്മളിത് ആദ്യം കണ്ടില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു മുകളിൽ പോയിട്ട്. ഇങ്ങേരാണ് ഇവിടെ മുഴുവനും വൃത്തിയാക്കുന്ന കക്ഷി. അങ്ങേര് ഇടയിൽ പ്രവർത്തിച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ചെസ്സ് കളിക്കാനായിട്ട് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെസ്സ് ഇരുന്ന് കളിക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മോളും കൂടിയിട്ട് വെറുതെ ഇരുന്ന് ഫോട്ടോ എടുത്തതാണ്. ഇനി അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ആ ഫ്ലോറിൽ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കൊണ്ടാണ് അവരതിനെ മറച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് കൊണ്ട് തന്നെ അവിടെ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു, മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീഴാതിരിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പാർലമെൻറ്റ് കാണാനായിട്ട് പറ്റും. ഫിൻലാൻഡിലെ പാർലമെൻറ്റാണ് നമ്മളുടെ ബാക്കിൽ കാണുന്നത്. പിന്നെ ഈ മ്യൂസിക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ സുവനേഴ്സ് വാങ്ങാനുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോവാം. ഇവിടെ ടോയ്ലറ്റിൽ പോകണമെന്ന് വെച്ചാൽ യൂറോസ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അതിനുള്ള സൗകര്യം ഇതിവിടെ ഉണ്ടായിരുന്നു. നമ്മളുടെ എറിക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന കാരണം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തന്നെ ടോയ്ലറ്റിൽ പോയതിന് ശേഷമാണ് പിന്നെ ഇറങ്ങി അടുത്തൊരു ഇതിലേക്ക് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചർച്ചാണ് കേട്ടോ. ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ബസ് നിർത്താൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മളുടെ ബസ് ഡ്രൈവർ കുറച്ച് നേരം നീങ്ങിയിട്ടാണ് നമ്മളുടെ ബസ് നിർത്തിയത്. ഈ കാണുന്ന പാറയുടെ ഉള്ളിലാണ് ആ ചർച്ചുള്ളത്. ഇതിൻ്റെ ഗൂഗിൾ ചെയ്ത ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് ആ ചർച്ച്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നണില്ലേ ആ ചർച്ച്. ഈ ചർച്ച് ഒരു പാറയുടെ ഉള്ളിലായിട്ടാണ് ഈ ചർച്ച് നിൽക്കുന്നത്.
ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കൽ പാളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ചർച്ച്. അതായത് ഇത് ഹെൽസിങ്കിയിലെ തന്നെ ഐക്കോണിക്കായിട്ടുള്ള, ഹെൽസിങ്കിയുടെ എന്നല്ലെങ്കിൽ ഫിൻലാൻഡിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ഒരു ചർച്ച് എന്ന് തന്നെ ഈ ചർച്ചിനെ നമുക്ക് പറയാം. ഈ ചർച്ചിൻ്റെ പേര് ടെമ്പലിയുക്കോ ചർച്ച് എന്നാണ്, അഥവാ റോക്ക് ചർച്ച് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ കാണുന്നത് കരിങ്കല്ലിൻ്റെ പാളികളാണ്. അതുപോലെ തന്നെ മുകളിലാണെന്ന് വെച്ചാൽ എന്നിട്ട് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ വെച്ചാൽ വിശാലമായിട്ടുള്ള പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മുകളിൽ മുഴുവനും ഈ സൈഡ് മൊത്തമായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് രണ്ട് സൈഡല്ല എല്ലാവിടെയും കെട്ടിയിട്ടുള്ളത്. ഒരു നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ കണ്ടില്ലേ, ആ ഒരു ഷേപ്പിൽ തന്നെയാണ് അടിയിൽ വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്ത് മരമാണ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, മരത്തിൻ്റെ ആകൃതിയിലാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗ്ലാസ്സാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഗ്ലാസ്സിനൊപ്പം തന്നെ മറ്റേ കമ്പി ഉണ്ടല്ലോ, കമ്പി ഇട്ടിട്ടുള്ള പോലെയാണ് കാണുന്നത്. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനായിട്ടും കരിങ്കല്ലാണ് കാണുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ആ ഒരു പള്ളിയുടെ ഭാഗത്തായിട്ട് കാണുന്നത്. ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു പള്ളിയായിരുന്നു അത്. കാരണം ഇത്രയധികം വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും ഇപ്പം നമ്മൾക്ക് ഒരുപാട് ആധുനിക സൗകര്യങ്ങളുണ്ട്. അന്ന് അത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളി അന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ അതിശയമുള്ള കാര്യം തന്നെയാണ്. ഇവിടെയും നമുക്ക് മറ്റേ അപ്പം കണ്ട ഇതിൻ്റേതായിട്ടുള്ള ഒരു നമ്മൾ സ്റ്റീൽ പൈപ്പ് കണ്ടില്ലേ, അതേപോലെയുള്ള ഇപ്പം നമ്മൾ കണ്ട രണ്ട് പള്ളികളിലും അതിൻ്റെ ഒരു രൂപത്തിലുള്ള ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ പള്ളിയുടെ അവിടെ നമ്മൾക്ക് വിശ്വാസികൾക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതിനുള്ളിൽ ഒരു ഭാഗത്തായിട്ട് സുവനീഴ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പ് റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ വന്നൊരു ട്രാമാണിത്. അപ്പോൾ ഇലക്ട്രിക് ട്രാമുകൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് യൂറോപ്പ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ട്രാമൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഗ്രൂപ്പ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഇതിന് ശേഷം ഞങ്ങളെല്ലാവരും തന്നെ ബസ്സിൽ കയറിയിരുന്നു. ബസ്സിൽ കയറി നമ്മളിനി ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയത് ഇന്ത്യൻ ഫുഡായിരുന്നു. ഇന്ത്യൻ ഫുഡിനോടൊപ്പം തന്നെ പിസ്സയും അതുപോലെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുഡും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിസ്സ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ഗീ റൈസ് ഉണ്ടല്ലോ, അതുപോലെയുള്ള റൈസ് കിട്ടിയിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. സോ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യം തന്നെ എപ്പോഴും ഈ ബ്രെഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേണ്ടായ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പമൊന്നും ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിടത്തുണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിനി പോകുന്നത് ലാപ്ലാൻഡിലേക്കാണ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം, അതായത് നമ്മൾ ഫ്ലൈറ്റിലാണ് ലാപ്ലാൻഡിലേക്ക് പോകുന്നത്. 1 hour ഫ്ലൈറ്റാണ് ഇവിടെ നിന്ന് ഹെൽസിങ്കിയിൽ നിന്ന് ലാപ്ലാൻഡിലേക്കുള്ളത്. അതിനുശേഷം ലാപ്ലാൻഡിലെത്തിയിട്ട് ഇന്നിപ്പോൾ വൈകിട്ട് ലാപ്ലാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇത് സമയം തന്നെ വൈകിട്ടാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ലാപ്ലാൻഡിൽ നിന്ന് വീണ്ടും തിരിച്ച് ഹെൽസിങ്കിയിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഹെൽസിങ്കിയിലെ നാളത്തെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് കാണുന്നത്. അങ്ങനെയാണ് ഈ ടൂർ ഗ്രൂപ്പിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ കയ്യിൽ വെള്ളം കുപ്പികളുണ്ടെങ്കിൽ പരമാവധി ആ വെള്ളം കുടിച്ച് തീർക്കുക. കുപ്പി മാത്രം ഫ്രീ ആയിട്ട് വയ്ക്കുക. നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ കുപ്പിയിൽ അവിടെ നിന്ന് തന്നെ വെള്ളം നിറയ്ക്കാം. അടുത്തൊരു കാര്യം, ബസ്സിലൊന്നും വെക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അവർ വേറെ ഗ്രൂപ്പിനെയാണ് അവരെടുക്കുക എന്നും പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ലാപ്ലാൻഡിലെ മനോഹരമായ കാഴ്ചകളായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്, കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ.